റിസർവ് ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ ഇതാ ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. 650 വേക്കൻസിയോളമാണ് റിസർവ് ബാങ്ക് പുറത്ത് വിട്ടിട്ടുള്ളത്. അപ്ലിക്കേഷൻ സ്റ്റാർട്ടായ ഡേറ്റ് 16-ാം തീയതിയാണ്. മാർച്ച് 8 വരെയാണ് ഇതിന് അപേക്ഷിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുക. പിന്നെ റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഓൺലൈൻ എക്സാമിനേഷൻ 11 ഏപ്രിൽ 2026 ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ എക്സാം ഉണ്ട്, പ്രിലിംസും മെയിൻസും ഉണ്ട്. പ്രിലിംസിൻ്റെ ഡേറ്റാണ് നമ്മൾ പറഞ്ഞത്, മെയിൻസിൻ്റെ ഡേറ്റ് ജൂൺ 7-നാണ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളും എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അത് റിസർവ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോട്ടീസിൽ പറഞ്ഞ രീതിക്കുള്ള വേക്കൻസിയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 650 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. 650 വേക്കൻസിയിൽ നമ്മുടെ തിരുവനന്തപുരത്തും വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഒന്നുകൂടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. 6 വേക്കൻസിയോളം തിരുവനന്തപുരത്തുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലുടനീളമുള്ള ജില്ലകളിലൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറയാം. ഇതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെയുള്ള ആൾക്കാർക്കൊക്കെ അതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 1998 ശേഷവും 2006 മുമ്പും ജനിച്ചവരായിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. പിന്നെ SC/ST കാൻഡിഡേറ്റിന് 5 വയസ്സിൻ്റെ ഇളവുണ്ട്. OBC കാൻഡിഡേറ്റിനാണെങ്കിൽ 3 വയസ്സിൻ്റെ ഇളവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 5 വയസ്സെന്ന് പറയുമ്പോൾ 28 + 5 33 വയസ്സ് വരെയാണ് SC/ST കാൻഡിഡേറ്റിന് അപേക്ഷിക്കാൻ പറ്റുക. OBC കാൻഡിഡേറ്റിനാണെങ്കിൽ 31 വയസ്സ് വരെയും അപേക്ഷിക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയാണ് ഇതിൽ പറയുന്നത്. മിനിമം ഡിഗ്രി 50% മാർക്കോട് കൂടി പാസ്സായിരിക്കണം, അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസ് എക്സാമിനായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ മാർക്കും ക്വസ്റ്റ്യനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് 30 മാർക്കിൻ്റെ 30 ക്വസ്റ്റ്യൻ 30 മാർക്കിൻ്റെയാണ്, 20 മിനിറ്റാണ് ഉണ്ടാവുക. ന്യൂമറിക്കൽ 35 ക്വസ്റ്റ്യനാണ്, 35 മാർക്ക് തന്നെയാവും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ റീസണിങ് 35 ക്വസ്റ്റ്യൻ 35 മാർക്കാണ് ഉണ്ടാവുക. ഇത് ടോട്ടൽ 100 മാർക്കിലേക്കാണ് എക്സാമും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഇതിൻ്റെ മെയിൻസ് എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസണിങ് വരുന്നുണ്ട് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ തന്നെയാണ്. ടെസ്റ്റ് ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, പിന്നെ കമ്പ്യൂട്ടർ നോളജ് ആണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാവും ഇതിന് എക്സാമും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ SC/ST കാൻഡിഡേറ്റിനാണെങ്കിൽ 50 രൂപ + GST ആണ് വരിക. OBC കാൻഡിഡേറ്റിന് 450 രൂപ + GST ആണ് വരിക. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം റീജിയണിൽ വരുന്നത് ഏകദേശം കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, പിന്നെ കവരട്ടി പറയുമ്പോൾ നമ്മൾ ലക്ഷദ്വീപാണ്, അത് നോക്കണ്ട, അവിടെയുള്ള ആൾക്കാർ കയ്യിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ മെയിൻസിൻ്റെ അത് പ്രിലിംസാണ് പറഞ്ഞിട്ടുള്ളത്. മെയിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കവരട്ടിയാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ സ്ഥലത്തും സെൻറ്റേഴ്സ് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. RBIയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സുവർണ്ണ അവസരം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.